ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിംഗപ്പൂരിലെ ചാങ്ങി എയർപോർട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ്. ഞങ്ങൾ നാട്ടിൽ പോവുകയാണ് മോനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ കരുതി എന്തായാലും എയർപോർട്ടിൽ പോകുന്നുണ്ട്, അപ്പോൾ അവിടുത്തെ കുറച്ച് അട്രാക്ഷൻസൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന്. ചാങ്ങി എയർപോർട്ട് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ബെസ്റ്റ് എയർപോർട്ടുകളിൽ ഒന്നാണ്. അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടി എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ കുറേയധികം കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ആദ്യം തന്നെ ഞങ്ങളുള്ളത് ടെർമിനൽ 3-ലാണ്. ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. നമുക്കിവിടെ സെൽഫ് ചെക്ക് ഇൻ ചെയ്യാം. ഈ കാണുന്ന ഓട്ടോമേറ്റഡ് ലൈൻസിലൂടെ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോർഡിംഗ് പാസും ബാഗേജ് ടാഗും ഒക്കെ നമുക്ക് തന്നെ പ്രിൻ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബാഗേജ് ഡ്രോപ്പ് ചെയ്യാനും ഇതുപോലത്തെ ഓട്ടോമേറ്റഡ് ലൈൻസ് ഉണ്ട്. പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് നമുക്ക് തന്നെ അത് ഡ്രോപ്പ് ഇൻ ചെയ്യാം. മൊത്തം 4 ടെർമിനലുകളാണ് കേട്ടോ ചാങ്ങി എയർപോർട്ടിലുള്ളത്. അതിൽ ടെർമിനൽ 2-ലാണ് കൂടുതൽ അട്രാക്ഷൻസും ഉള്ളത്. അപ്പോൾ ചെക്കിങ് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം നമ്മൾ ടെർമിനൽ 2-ലോട്ട് പോകുന്നത് സ്കൈ ട്രെയിനിൽ കയറിയിട്ടാണ്. ഇവിടെ ടെർമിനൽ ടു ടെർമിനൽ സ്കൈ ട്രെയിൻ അവൈലബിൾ ആണ്. നമുക്ക് നടന്നാണെങ്കിലും പോവാം, പക്ഷേ ഞങ്ങൾ ട്രെയിൻ എടുത്താണ് പോകുന്നത്. അപ്പോൾ ട്രെയിൻ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇത് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വരുന്നതാണ്. നമ്മളിപ്പോൾ ടെർമിനൽ 2-ലോട്ടാണ് പോകുന്നത്. ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി ജസ്റ്റ് 2 കമ്പാർട്ട്മെൻറ്റ് മാത്രമുള്ള ചെറിയൊരു ട്രെയിനാണ് കേട്ടോ. പോകുന്ന വഴിക്കുണ്ട് കുറേ കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത വീഡിയോ ആണിത്. ഈ കാണുന്നതാണ് കേട്ടോ ജുവൽ ചാങ്ങി. ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അവർ. ഇത് ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് വിശദമായിട്ട് ബാക്കിയെല്ലാം കാണിച്ചു തരാം. ട്രെയിൻ ഇറങ്ങി നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇപ്പം ജുവൽ ചാങ്ങിയിലോട്ട് പോവുകയാണ്. ഇത് ടെർമിനൽ 2-ൻ്റെ ഡിപ്പാച്ചർ ഹാളാണ് കേട്ടോ. അതിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്.
ഡിപ്പാച്ചർ ഹാളിലുള്ളൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോളാണ്. അതിൻ്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്കവിടെ പോയി നിന്ന് ഫോട്ടോകൾ എടുക്കാം. വരുന്ന ടൂറിസ്റ്റുകളെല്ലാം അവിടെ പോയി നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാറുണ്ട്. നല്ല അടിപൊളിയാണ്. നല്ല ബാക്ക്ഗ്രൗണ്ടാണ്. ജുവൽ ചാങ്ങിയുടെ ഉള്ളിലെത്തി. ഈ കാണുന്ന ജുവൽ ചാങ്ങിയുടെ ഉള്ളിലുള്ള ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോളാണത്. പകലായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. രാത്രി ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ നല്ല ലൈറ്റിങ്സും ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണ് അപ്പോൾ കാണാൻ. ജുവൽ ചാങ്ങിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ ഈ കാണുന്നത് ടെർമിനൽ 1 ഡിപ്പാച്ചർ ഹാളാണ്. ടെർമിനൽ 2 ട്രാൻസിറ്റ് ഏരിയയിലാണ്. അവിടെയുള്ളൊരു ഗ്ലാസ് ഫിഷ് ടാങ്ക് ആണ് കേട്ടോ കാണുന്നത്. താഴെ മുകളിലും ഫിഷ് ടാങ്ക് ഉണ്ട്. താഴത്തേത് ഒറിജിനൽ, മുകളിലത്തേത്
ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് കേട്ടോ. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ നമ്മളത് ഒറിജിനലാണെന്ന് വിചാരിക്കും, പക്ഷെ അത് ആർട്ടിഫിഷ്യലാണ്. ഇതാണ് എയർപോർട്ടിനുള്ളിലെ സൺഫ്ലവർ ഗാർഡൻ. ഇതുള്ളത് ടെർമിനൽ 2 ട്രാൻസിറ്റ് ഏരിയയിലാണ്. ചെറിയൊരു സ്പേസിലുള്ള ഒരു കൊച്ചു ഗാർഡൻ. ഗാർഡൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരുപാട് നേരമൊന്നും കാണാൻ മാത്രമുള്ളതൊന്നുമില്ല, ഒരു ചെറിയ ഏരിയ ആയതുകൊണ്ട്. അവിടുന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഇനിയിപ്പോൾ ടെർമിനൽ 3 പോവുകയാണ്. ടെർമിനൽ 3 ട്രാൻസിറ്റ് ഏരിയയിലാണ് ബട്ടർഫ്ലൈ ഗാർഡൻ ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ എയർപോർട്ടിൻ്റെ ഉള്ളിൽ. എവിടെ ചെന്നാലും ഏത് ഏരിയയിൽ ചെന്നാലും ഇഷ്ടംപോലെ ബ്രാൻഡഡ് ഷോപ്പുകളുണ്ട്. ബട്ടർഫ്ലൈ ഗാർഡൻ്റെ ഉള്ളിലെത്തി. ഒരുപാട് വെറൈറ്റി ഓഫ് ബട്ടർഫ്ലൈസ് ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം കുറച്ചുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. ഇത് ക്യാമറ സൂം ചെയ്ത് എടുക്കുന്നതാണ്, അതുകൊണ്ട് കുറച്ച് ക്ലിയർ കുറവുണ്ടാവും. ഒത്തിരി മുകളിലോട്ട് ഉള്ളൊരു വ്യൂ ആണ് ഇത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നിങ്ങനെ കാണാം, ഓരോ പൂവിൽ കൂടെ ഇലയിൽ കൂടെയൊക്കെ ഇങ്ങനെ പോയിട്ടിരിക്കുന്നത്. സൂം ചെയ്തെടുത്തുകൊണ്ട് ഇത്തിരി ഒരു ക്ലിയർ കുറവാണ് കേട്ടോ. ഒരുപാട് മുകളിലാണത്, അതുകൊണ്ടാണ് അങ്ങനെ സൂം ചെയ്തെടുത്തത്.
ലൂയിസ് വ്യൂട്ടൻ്റെ ഒരു ബ്രാൻഡഡ് ഷോപ്പാണ് കാണുന്നത്. അതിൻ്റെ ഫ്രണ്ടിലുള്ളൊരു ക്രിസ്റ്റൽ ഗാർഡൻ ആണിത്. ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ക്രിസ്റ്റൽ കൊണ്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.